തിരുവനന്തപുരത്തെ MLA ആയിരുന്ന ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നു. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വേണ്ടി ഇന്ന് പ്രചാരണത്തിനിറങ്ങുമെന്നാണ് സൂചന. ഇന്ന് വൈകുന്നേരം നടക്കുന്ന വഞ്ചൂർ മേഖലാ കൺവെൻഷനിൽ ആന്റണി രാജു ഉണ്ടാകും. നേരത്തെയുള്ള പരിപാടികൾ ആന്റണി രാജു വിട്ടുനിന്നത് വലിയ ചർച്ചയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തായാലും ആന്റണി രാജു വളരെ നിരാശനാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കോടതി വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം തീരുമാനിച്ചത് LDFിൻ്റെ സമ്മർദ്ദം കൊണ്ടാണോ? തീർച്ചയായും അത്തരത്തിലൊരു സെറ്റിൽമെന്റ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സാധാരണഗതിയിൽ ആന്റണി രാജു അല്ലെങ്കിൽ ഒരു സിറ്റിംഗ് MLA പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുക എന്നുള്ളത് ഇറങ്ങുന്നത് ഒരു വലിയ വാർത്തയല്ല. പക്ഷേ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സുധീർ കരമനയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണാനോ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാനോ തയ്യാറായിരുന്നില്ല. ഈ കോടതി വിധി വന്നതിന് ശേഷം മാധ്യമങ്ങളെയും ആന്റണി രാജു കണ്ടിട്ടില്ല. ഈ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി സജീവമായി മാധ്യമങ്ങളോട് സംസാരിക്കാതെയോ സജീവ പരസ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാതെയോ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെ നൽകുമെന്നായിരുന്നു LDF കൺവീനർ അടക്കം ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം അപ്രതീക്ഷിതമായിട്ടാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുധീർ കരമന തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തുന്നത്. അതിൽ എന്ത് അഭിപ്രായം ആന്റണി രാജു കൃത്യമായ ഒരു അഭിപ്രായം പരസ്യമായി പറയാനും തയ്യാറായില്ല. എന്തായാലും ഈ ഒരു സർപ്രൈസിന് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പരസ്യ സപ്പോർട്ട് ചെയ്യാതെ മാറി നിന്നതിന് ഒരു വിരാമമാവുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് വഞ്ചൂർ മേഖലാ കൺവെൻഷനിലെ ഉദ്ഘാടകനായിട്ടാണ് ആന്റണി രാജു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം പരസ്യമായി വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു സെറ്റിൽമെന്റ് ആന്റണി രാജു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.